2012 TP ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുന്നത്. അന്ന് ഞാൻ ലോ കോളേജ് വിദ്യാർത്ഥിയാണ്. സോഷ്യൽ മീഡിയ ഇത്രയൊന്നും ആക്റ്റീവല്ല, ഇത്രയും ടെലിവിഷൻ ചാനലുകളില്ല. നമ്മൾ ഉച്ചയോടുകൂടിയാണ് വാർത്ത കേൾക്കുന്നത്. TPയെ മുൻ പരിചയമില്ല, വായിച്ചറിവില്ല, ഒന്നുമില്ല. വടകരയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ കുറെ ക്രിമിനൽസ് ചേർന്ന് വെട്ടിക്കൊല്ലുന്നു എന്നായിരുന്നു ആദ്യത്തെ വാർത്ത. പിന്നീട് ഓരോ മണിക്കൂർ കഴിയും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അത്ര ഭീകരമായിരുന്നു. എനിക്ക് ഡയറി എഴുതുന്ന ശീലമൊന്നുമില്ല. പക്ഷേ അതിനുശേഷമുള്ള കുറേ ദിവസങ്ങളത്തെ വാർത്തകളൊക്കെ ഞാൻ അന്നൊരു ഡയറിയിൽ സൂക്ഷിച്ചു വെച്ചു. കാരണം ഒരു വിപ്ലവകാരിയോട് തോന്നുന്ന ഒരു വല്ലാത്ത ആരാധനയുണ്ട്, അല്ലേ? അദ്ദേഹം ഒരു കേസിലും പ്രതിയൊന്നുമല്ല. അദ്ദേഹം ചെയ്ത ഏക കുറ്റം, ഏക തെറ്റെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോക്ക് ശരിയല്ല, അതിനെ വിമർശിച്ചു, ചില മാറ്റങ്ങൾ വേണമെന്ന് പറയുന്നു. സംഘടനാപരമായി അദ്ദേഹം മാറി നിന്നിട്ട് പുതിയൊരു സംഘടന കെട്ടിപ്പൊക്കാനൊക്കെ ശ്രമിച്ചു എന്നത് മാത്രമാണ് ചെയ്ത തെറ്റ്. ആ മനുഷ്യനെയാണ്, ഭാര്യയുടെയും മകൻ്റെയും അടുത്ത് യാത്ര പറഞ്ഞ് പുറത്തോട്ട് പോയ മനുഷ്യനെയാണ് 10-15ഓളം ക്രിമിനൽസ് വന്നൊരു വണ്ടി തടഞ്ഞു നിർത്തി വെട്ടിക്കൊല്ലുന്നത് അത്ര മൃഗീയമായിട്ടാണ് കൊല്ലുന്നത്. 51 വെട്ടുകൾ വെട്ടിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഉള്ളത്. മുഖവും തലയോട്ടിയും ഒക്കെ വികൃതമാകുന്ന രീതിയിൽ, അതായത് ഭാര്യയും മകനും പിന്നീട് ആ മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം വെട്ടിക്കൊല്ലുകയാണ്. മൃഗങ്ങളോട് പോലും ഒരു മനുഷ്യനും ഇങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ക്രിമിനൽ കേസുകളൊക്കെ ചെയ്യുന്ന അഭിഭാഷകൻ കൂടിയാണ്. പലപ്പോഴും ക്രിമിനൽ കേസ് ഉണ്ടാകുന്ന വാക്ക് തർക്കം, മുൻവൈരാഗ്യം ഒക്കെയാണ്. പക്ഷേ ഈ കേസിൽ ഈ പ്രതികൾക്കാർക്കും TPയെ കണ്ട പരിചയം പോലും ഇല്ല. TPയും ഇവരുമായിട്ട് ഒരു ബന്ധമില്ല. ഒരു ചെറിയ പെറ്റി കേസ് പോലും ഇല്ല. ഒരു സാധു മനുഷ്യനെ, ഉറുമ്പിനെ പോലും നോവിച്ച കേസില്ലാത്ത ഒരു സാധു മനുഷ്യനെ മുഖവും തലച്ചോറും വികൃതമാകുന്ന രീതിയിൽ ഞാഞ്ഞ് വെട്ടിക്കൊല്ലണമെങ്കിൽ പ്രതികൾക്ക് അദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള മനുഷ്യനല്ല. അങ്ങനെ കൊല്ലണമെങ്കിൽ ഒരു ഉറപ്പുണ്ട്. എന്താണ് ഉറപ്പ്? നിങ്ങളിത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും, പാർട്ടി സംരക്ഷിക്കുന്ന ഉറപ്പിലാണ് ഈ പ്രതികൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകി പുറത്തോട്ട് വിടാനുള്ള തീരുമാനമെടുക്കും. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറയും. ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, നിങ്ങളെ ഞങ്ങൾ പുറത്തു വിടും. സാധാരണ പരോളിൽ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ പിന്നെ പരോൾ കൊടുക്കത്തില്ല. ഈ കേസിലെ പ്രതികൾക്ക് പരോളിൽ പുറത്തു പോവുകയും ആ പരോൾ നിൽക്കുമ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുകയും ചെയ്ത പ്രതികൾക്ക് വീണ്ടും പരോൾ കൊടുക്കുകയാണ്. ജയിലിൽ സുഖവാസമാണ്, മൊബൈൽ ഫോണും ഭക്ഷണവും ജയിലിലെ സുഖവാസമാണ് ഈ പ്രതികൾക്കെല്ലാം. ഇങ്ങനെയുള്ളൊരു കേസിലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ വന്നിരുന്ന് ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കി മനോരമ ചർച്ചയിൽ അരുൺകുമാർ എന്ന് പറയുന്ന CPMന്റെ ഒരു നേതാവ്, ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം വന്നിട്ട് ന്യായീകരിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കാം, ഗോവിന്ദചാമി നമ്മൾ ന്യായീകരിക്കൂ? ഇല്ല. കാരണം എന്താണ്? അയാളൊരു ക്രിമിനൽ ആക്ട് ചെയ്ത ഒരാളാണ്, ജയിലിൽ കിടക്കുന്ന ആളാണ്. അങ്ങനെ വിട്ടാൽ പോലെ പാർട്ടിക്ക് ഇത്. അപ്പം കോഴിയെ കട്ടവന്റെ തലയിൽ പൂടെ ഇരിക്കും. ഇവർ ചെയ്യിച്ചതുകൊണ്ടാണ് നാഴിക്ക് 40 വട്ടം മുതൽ ഇതിനെ ന്യായീകരിക്കേണ്ടി വരുന്നത്. ഈ വഴിക്കൊണ്ട് പോകാതിരുന്ന പോരെ, അത് പ്രതികൾ എന്താ ചെയ്തിട്ട് ഞങ്ങൾ ന്യായീകരിക്കാൻ വരുന്നത് പറഞ്ഞാൽ പോരെ. അപ്പോൾ ആ ആക്ടിനെ, ഈ പരോള് കൊടുക്കുന്നതിനെ, അല്ലെങ്കിൽ ഇവർക്ക് ജയിലിൽ സുഖവാസം കിട്ടിയതിനെയൊക്കെ ന്യായീകരിക്കുക എന്ന് പറയുന്ന ബാധ്യത CPMകാരനുണ്ടെങ്കിൽ അത് അവൻ്റെ നേതാക്കന്മാർ ചെയ്യിച്ചതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എനിക്കറിയാവുന്ന ഒത്തിരി മാർക്സിസ്റ്റ് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഒരുപാട് പേർക്കിതിൽ ആത്മരോഷമുണ്ട്, ഒരുപാട് പേർക്കിതിൽ വേദനയുണ്ട്. ഈ പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് പറയുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ സുഹൃത്തുക്കളെ എനിക്കറിയാം. പക്ഷെ ഇത് പാർട്ടി ചെയ്യിച്ചതാണ്. ആ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ശാപം, ആ കുടുംബത്തിൻ്റെ ശാപം ഈ പാർട്ടിയെ വേട്ടയാടും, ഒരു സംശയവുമില്ല. എപ്പോഴെങ്കിലും എന്നെങ്കിലും മാപ്പ് പറയാനുള്ള ഒരു സൗമനസ്യമെങ്കിലും ഇത് ചെയ്യിച്ചവർ കാണിക്കണം.